നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ളതും ഏറ്റവും സിമ്പിൾ ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാപ്ലേസ് ഒട്ടും നോക്കാതെ പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോഡൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ചില പാർട്ടുകൾ നമുക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് സ്റ്റെപ്സ് എല്ലാം നോക്കി മനസ്സിലാക്കി എക്സാമിന് തകർത്തെഴുതുക. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 3t into cos 2t. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ട്രിഗണോമെട്രിക് ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആദ്യം പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ കിടക്കുന്നത് sin x cos y എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? സോ എന്താണ് sin x cos xൻ്റെ ഇക്വേഷൻ? അല്ലെങ്കിൽ sin mx sin a ഓർ sin b എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ നമുക്ക് എക്സ് ഒക്കെ ടി ഒക്കെ വരുന്ന കാരണം ഞാൻ എം എക്സ് എന്ന് കൊടുക്കുകയാണ്. സോ സൈൻ എം എക്സ് ഇൻറ്റു കോസ് എം എക്സിൻ്റെ ട്രിഗണോമെട്രി ഇക്വേഷൻ അറിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? 1/2 സൈൻ 1/2 സൈൻ എം മൈനസ് എൻ എക്സ് പ്ലസ് സൈൻ എം പ്ലസ് എൻ എക്സ്. ഇതാണ് ഇക്വേഷൻ. സോ നമുക്ക് തന്ന ക്വസ്റ്റ്യനകത്ത് എമ്മിൻ്റെ പ്ലേസിൽ കിടക്കുന്ന 3t അതുപോലെ എന്നിൻ്റെ പ്ലേസിൽ കിടക്കുന്ന എന്താണ് 2t ആണ്, അല്ലേ? ആക്ച്വലി ടി ഇല്ല, കാരണം നമുക്കിവിടെ എന്താണ് എക്സ് ആണ് അതിന് പകരം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ രണ്ടിലും ടി വന്നതുകൊണ്ടാണ് ഞാൻ എം എക്സ് എന്നൊക്കെ കൊടുത്തത്, അല്ലെങ്കിൽ നമ്മൾ സൈൻ എ കോസ് ബി എന്ന് എഴുതുമായിരുന്നു. സോ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 3യും എന്നിൻ്റെ പ്ലേസിൽ 2 ആണ്, എക്സിൻ്റെ പ്ലേസിലാണെങ്കിൽ ടി യു ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലുള്ള സൈൻ 3t ഇൻറ്റു കോസ് 2tയെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു സൈൻ എം മൈനസ് എൻ, അതായത് 3 മൈനസ് 2 പിന്നെ ടി, അല്ല എക്സിൻ്റെ പ്ലേസിൽ ടി ആണ്, പ്ലസ് സൈൻ എം പ്ലസ് 2t. അപ്പോൾ എന്ത് വരും? 1/2 സൈൻ 3 മൈനസ് 2 എന്താ 1, അല്ലേ? സോ 1t പ്ലസ് സൈൻ 3 പ്ലസ് 2 എന്ത് വരും? 5t എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ സൈൻ ടി കോസ് 2tനെ ഇക്വേഷനിൽ കൊടുത്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി 1/2 നമുക്ക് കോമൺ ആയിട്ട് രണ്ടിനും അങ്ങ് കൊടുത്തേക്കാം. സോ 1/2 സൈൻ ടി പ്ലസ് 1/2 സൈൻ 5t എന്ന് പറഞ്ഞ് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്തു. ഇനി നമുക്ക് ലാപ്ലേസ് ഫോമായിരുന്നു കാണേണ്ടത്, അല്ലേ? അതായത് എൽ ഓഫ് എന്താ നമുക്ക് കാണേണ്ടത്? സൈൻ 3t കോസ് 2t ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്ത് വരും? 1/2 എൽ ഓഫ് 1/2 സൈൻ ടിയും ദെൻ എൽ ഓഫ് 1/2 സൈൻ 5tയും നമ്മൾ ചെയ്താൽ മതി, അല്ലേ? സൈൻ 8യുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 8യുടെ ഇക്വേഷൻ എന്താ? എൽ ഓഫ് സൈൻ 8t. ഞാനിത് ഇവിടെ എഴുതുന്നു. എൽ ഓഫ് സൈൻ 8t is equal to a/s² പ്ലസ് a². ഈ ഇക്വേഷൻ നമുക്കറിയണം ഫസ്റ്റ്. മനസ്സിലായോ? ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ലാപ്ലേസിൽ ചെയ്യുന്നത്. അപ്പോൾ അതറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ എയുടെ പ്ലേസിൽ കിടക്കുന്നത് 1t ആണ്, അല്ലേ? സൈൻ 8t സൈൻ 1t ആണ്. സോ ആ 1/2 അവിടെ എഴുതി. എന്ത് വരും? എൻ്റെ പ്ലേസിൽ എന്താണ്? 1 ആണ്. സോ 1/s² പ്ലസ് 1² എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തതാണെങ്കിലോ ആ 1/2 അങ്ങ് പുറത്തേക്ക് നിർത്തി 5t ചെയ്യുമ്പോൾ 5/s² പ്ലസ് 5² വരും. അതായത് 1/2 1/s² പ്ലസ് 1 പ്ലസ് 1/2 5/5² പ്ലസ് s² പ്ലസ് 5² 25. വേണമെങ്കിൽ 1/2നെ പുറത്തേക്ക് എടുത്ത് എഴുതാം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? സോ ഒരു സിമ്പിൾ എൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ തരികയാണ്. ഒന്നുമില്ല, നമ്മൾ ഈ ജസ്റ്റ് ഈ നമ്പർ ഒന്ന് മാറ്റി ചെയ്യുക, അത്രയേ ഉള്ളൂ. sin 3t cos 2t ആയിരുന്നല്ലോ. സോ ആ ക്വസ്റ്റ്യൻ തന്നെ
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൽ ഓഫ്, അതായത് ലാപ്ലേസ് കാണണം, സൈൻ 7t cos t. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം.